ഓട്ടോമാറ്റിക് ക്രൂയിസ് കണ്ടോ. ഞാൻ ഇപ്പൊ റിമോട്ട് ഒന്നും തൊട്ടിട്ടില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ഗൈസ്, പെട്രോൾ ടാങ്കിനകത്താണ് ബാറ്ററി വരുന്നത് കേട്ടോ. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് നമ്മൾ കടക്കയായി. ഹലോ ഗൈസ്, നമ്മൾ പുതിയ LC80 അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇവൻ്റെ കളർ വന്നിരിക്കുന്നത് ചീസി യെല്ലോ അല്ലെങ്കിൽ സോഫ്റ്റ് യെല്ലോ ആണ്. അങ്ങനെ ഒരു വെറൈറ്റി കളറാണ് ഇവൻ്റെ കളർ. വരുമ്പോൾ തന്നെ അടിപൊളി മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്യാനൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റ്, ഇവൻ്റെ ഹെഡ് ലൈറ്റ്, അതുപോലെ സ്നോർക്കിള്, ടയേഴ്സ് കണ്ടോ, ഹെവി ടയേഴ്സാണ് കണ്ടോ. അതിനകത്ത് തന്നെ ടയേഴ്സിൽ തന്നെ റൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. മുകളിൽ കണ്ടോ ഒരു ബോട്ട് പോലത്തെ ഒരു സംഭവം, എൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ബാക്കിൽ സ്റ്റെപ്പ്, സ്പെയർ വീല് അടിപൊളിയാണ്. അതുപോലെ ഇവൻ്റെ ഒരു ഹൈറ്റ് എല്ലാ ടറയിലും വർക്ക് ചെയ്യുമ്പോൾ അതാണ് ഒരു എല്ലാ ടറയിലോടും. പിന്നെ ഇവൻ്റെ സസ്പെൻഷൻ കണ്ടോ, പൊളി ലുക്ക്, പൊളി സസ്പെൻഷൻ. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഫുള്ള് മെറ്റൽ ഷാഫ്റ്റ്. എല്ലാ ഡ്രൈവ് ഷാഫ്റ്റും മെറ്റലാണ് കണ്ടോ. നമുക്ക് അതൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ബാക്കിലൊരു ലാഡർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവൻ 1/12 സ്കെയിലാണ്, പക്ഷെ 10 സ്കെയിലിൻ്റെ വലിപ്പമാണ് ഇവൻ കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു RC കാറാണ്. പിന്നെ ഇവൻ്റെ റിമോട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവൻ്റെ റിമോട്ട് ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ. ഇതുപോലെ ഗ്ലാസ് എല്ലാം തുറന്ന് നമുക്ക് സ്വിച്ചസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫ് പോലെയുള്ള അത്യാവശ്യം മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റിമോട്ട്. പിന്നെ ഇവൻ്റെ സൈഡിൽ ഒരു മെയിൻ ആയിട്ടുള്ള പറയേണ്ട കാര്യം, ഇവൻ്റെ സൈഡിലൊരു ബട്ടൺ, ഒരു സേഫ്റ്റി സ്വിച്ചാന്ന് പറയാം. കാരണം ഇത് സെൻട്രലാണ് കിടക്കണ്ടെങ്കിൽ ഇവൻ ന്യൂട്രലായിരിക്കും കണ്ടോ. നമ്മുടെ വണ്ടി എങ്ങനെ ന്യൂട്രൽ, എഞ്ചിൻ മാത്രമല്ല വർക്ക് ചെയ്യും. അതുപോലെ ഓടത്തിൽ ഒരു സേഫ്റ്റിയാണ്. അതുപോലെ ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മോഡ് മാറി ഹെവി ആയിട്ടുള്ള കണ്ടോ. ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ ക്ലച്ചിങ്ങായി, അത് ഹെവി മോഡാണ്, അതായത് സ്പീഡ് മോഡ്. അതുപോലെ ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടുത്ത മോഡ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പം നമ്മളെപ്പോഴും ഇത് ന്യൂട്രൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ആയിരിക്കും. ആരെയും വന്ന് വണ്ടി ഓൺ ചെയ്താൽ തന്നെ മൂവ് ആകത്തില്ല. ഇനി ഞാൻ ഇവൻ്റെ ഡ്രൈവൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇവൻ്റെ പെർഫോമൻസ് കൂടെ നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, ടേൺ ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. അതുപോലെ ബാക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ടൈൽ ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, ത്രോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. റിമോട്ടും കാറുമായിട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കാനുള്ള ക്രൂയിസ് കൺട്രോൾ അടക്കം വരുന്ന ഈ ഒരു റിമോട്ടിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ക്രൂയിസ് കണ്ടോ. ഞാൻ ഇപ്പൊ റിമോട്ട് ഒന്നും തൊട്ടിട്ടില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം പോകും. ക്രൂയിസ് ആണ്. അതുപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ഈ ഒരു ക്രൂയിസ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓട്ടോമാറ്റിക് ആയിട്ടും ക്രൂയിസ് ചെയ്ത് പോകും. എത്ര വലിയ സംഭവമാണ്, നമ്മൾ ആ സെറ്റ് ചെയ്ത സ്പീഡിനനുസരിച്ച് കയറിപ്പോട്ടോ. പൊളി പൊളി. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.